നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സിർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ സൈനിക സ്വാധീനം കൂട്ടുന്നുവെന്നും പ്രകോപനമുണ്ടായാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ്. ശബരിമല സ്വർണ്ണപ്പാളിയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസ്. പിരിവിന് പിന്തുണ നൽകിയവരിൽ ഉദ്യോഗസ്ഥരും. സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശനിയാഴ്ച ചോദ്യം ചെയ്യും. തന്നെ ക്രൂശിക്കാൻ ശ്രമമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ലഡാക്ക് സംഘർഷത്തിലെ വെടിവെപ്പിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ചു. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കും. പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രതിഷേധം തുടരുന്നു. പോലീസ് വെടിവെപ്പിൽ 12 മരണം. ആശങ്ക പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. മാഞ്ചസ്റ്ററിൽ ജൂത ദേവാലയത്തിലുണ്ടായ ആക്രമണത്തിൽ 2 മരണം. 3 പേരുടെ നില അതീവ ഗുരുതരം. ആൾക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റിയും കത്തികൊണ്ട് കുത്തിയും അക്രമിയെ വെടിവെച്ചു കൊന്നു. ഗാന്ധിജി നൽകിയ സംഭാവനകൾ വലുതെന്നും ആദരിക്കുന്നുവെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. രാജ്യത്തെ അനീതിയിൽ നിന്ന് രക്ഷിച്ചെന്നും മോഹൻ ഭാഗവത്. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുഞ്ഞുങ്ങൾ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വൻ ഭക്തജന തിരക്ക്. സമ്പൂർണ്ണ വിജയത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് വിജയദശമിയെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. പ്രൗഢമായ അന്തരീക്ഷത്തിൽ ദുബായിലും വിദ്യാരംഭ ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി നോക്കാം. പാകിസ്ഥാന് താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർക്രീക്കിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ രാജ്നാഥ് സിംഗ് സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഗുജറാത്ത് തീരത്തോട് ചേർന്നുള്ള സർക്രിക് മേഖലയിൽ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യവും അടിസ്ഥാന സൗകര്യങ്ങളും വിപുലീകരിച്ചതിനെതിരെയാണ് രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയത്. പാകിസ്ഥാൻ ഈ മേഖലയിൽ ഏതെങ്കിലും തെറ്റായ നീക്കം നടത്തിയാൽ അത് ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റിമറിക്കുന്ന ശക്തമായ പ്രതികരണത്തിന് കാരണമാകുമെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഈ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ അതിന് തയ്യാറായിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. സർക്രിക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. अगर सरक्रीक इलाके में पाकिस्तान की ओर से कोई भी हिमाकत की गई तो उसे ऐसा करारा जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया. പാക് സിന്ധ് പ്രവിശ്യയിലെ സർക്രിക്കിന് സമീപം പാക് സൈന്യം നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. ഗുജറാത്തിലെ ഭുജിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आतंकवाद के खिलाफ हमारी लड़ाई जारी है साथियों। आजादी के 78 साल बीत जाने के बावजूद सरक्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है. സ്വാതന്ത്ര്യത്തിന് ശേഷം 78 വർഷം പിന്നിടുമ്പോഴും സർക്രീക്കിലെ അതിർത്തി തർക്കം പാകിസ്ഥാൻ ഉന്നയിക്കുകയാണ്. റാൻ ഓഫ് കച്ചിലെ 96 കിലോമീറ്റർ നീളമുള്ള ചതുപ്പു നിലമായ സർക്രീക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ്. അതേസമയം പാക് അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ കലാപവും ആളിക്കത്തുന്നു. വിവിധയിടങ്ങളിൽ നിന്നും മുസഫറാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിവെച്ചു. ഇതുവരെ നടന്ന പോലീസ് അതിക്രമത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ ഗുരുതര കണ്ടെത്തലുമായി ദേവസ്വം വിജിലൻസ്. സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. അതേസമയം തിരുവനന്തപുരത്തെ കുടുംബ വീട്ടിൽ മടങ്ങിയെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയാകട്ടെ മാധ്യമപ്രവർത്തകരുടെ പ്രധാന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറായില്ല.
സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും തള്ളിപ്പറയുമ്പോൾ ഇദ്ദേഹത്തിന് നേരെ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഏറെ ദുരൂഹത നിറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലവും ശബരിമലയുമായുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധവുമൊക്കെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഓരോ ദിവസവും ഗൗരവമേറുന്നതാണ്. സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. മറ്റ് സംസ്ഥാനങ്ങളിലും പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതെന്നും സംശയിക്കുകയാണ്. അതിനിടെ തിരുവനന്തപുരത്ത് കുടുംബ വീട്ടിൽ മടങ്ങിയെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ തയ്യാറായില്ല. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് വിശദീകരിക്കുന്നത്. ഞാനൊരു തെറ്റുകാരനല്ല. ഈ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ശനിയാഴ്ച വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകും. മേൽശാന്തിയുടെ സഹായിയായി ശബരിമലയുമായി ബന്ധം തുടങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒടുവിൽ സ്പോൺസർ ആയതുവരെയുള്ള എല്ലാ നീക്കങ്ങളും ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുകയാണ്. ഉന്നതരുമായുള്ള അടുപ്പവും ബന്ധവും ദുരുപയോഗം ചെയ്ത് ഇയാൾ വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്ന കണ്ടെത്തലിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിനു മുൻപ് TVK സ്ഥാപക നേതാവും നടനുമായ വിജയ്ക്ക് നേരെ ചെരുപ്പെറിയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഒരു യുവാവ് ചെരുപ്പെറിയുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ആസൂത്രിതമായി ചെരുപ്പേറുണ്ടാക്കിയെന്നാണ് TVKയുടെ പരാതി. അതിനിടെ ദുരന്തത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം TVK എന്ന പാർട്ടിക്കും വിജയ്ക്കുമാണെന്ന് ചൂണ്ടിക്കാട്ടി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. എന്നാൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ TVK ഭിന്നതയിൽ തുടരുകയാണ്. അതേസമയം അപകടത്തിൽ വിജയ്ക്കെതിരെ ഉടൻ കേസെടുക്കേണ്ടെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിലപാട്. വിജയ്ക്കെതിരെ കേസെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ഇത് അവസരം മുതലാക്കാൻ BJP സഹായിക്കുമെന്നുമാണ് സ്റ്റാലിന്റെ പക്ഷം. ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നടപടിയെടുക്കാനാണ് നീക്കം. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ TVKയിൽ ഭിന്നത തുടരുകയാണ്. CBI അന്വേഷിക്കണമെന്ന് ജനറൽ സെക്രട്ടറി ആദവ് അർജുന ആവശ്യപ്പെടുമ്പോൾ വേണ്ടെന്ന നിലപാടിലാണ് മറ്റൊരു നേതാവായ N ആനന്ദ്. BJP TVKയെ വരുതിയിലാക്കാൻ ശ്രമിക്കുമെന്നാണ് ആനന്ദിന്റെ പക്ഷം. അതിനിടെ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. വിജയെ കേസിൽ പ്രതിയാക്കാത്തത് ജീവൻ നഷ്ടമായ 41 പേരോടുള്ള അനീതിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി ചെന്നൈ സ്വദേശിയായ PH ദിനേശാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 12 മണിക്ക് വരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച വിജയാണ് ദുരന്തത്തിന് കാരണമെന്നും TVK പ്രസിഡന്റിനെ ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ജസ്റ്റിസ് സെന്തിൽകുമാറിന്റെ ബെഞ്ച് നാളെ കേസ് പരിഗണിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള TVK ഹർജിയും ബുസിയാനന്ദും നിർമ്മൽകുമാറും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും നാളെ ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നതിനാൽ അടുത്ത 24 മണിക്കൂർ വിജയ്ക്കും DMKയ്ക്കും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ ആദ്യാക്ഷരം കുറിച്ചത് 1.25 ലക്ഷത്തോളം കുരുന്നുകളാണ്. പുലർച്ചെ 3:30 മണിക്കായിരുന്നു കൊല്ലൂരിൽ വിദ്യാരംഭം തുടങ്ങിയത്. പനശ്ശിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയത് ആയിരക്കണക്കിന് കുരുന്നുകളാണ്. പുലർച്ചെ 4 മണിയോടെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത്. വൈകിട്ട് 4 മണിവരെയായിരുന്നു വിദ്യാരംഭത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. വിദ്യാരംഭ ദിനത്തിൽ ഹരിശ്രീ കുറിക്കാൻ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലും പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും എത്തിയിരുന്നു. ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും അനുസരിച്ചും വാശി പിടിച്ച് കരഞ്ഞും കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു. കുട്ടികൾക്കായി സ്ലേറ്റ്, അക്ഷരമാല, പുസ്തകം തുടങ്ങിയവ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വിതരണം ചെയ്തു. കൊല്ലം അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിലും വിജയദശമി ആഘോഷിച്ചു. അമൃതപുരിയിലെ വിദ്യാരംഭ ചടങ്ങിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തരാണ് അമൃതപുരിയിലെ വിജയദശമി ആഘോഷത്തിൽ പങ്കെടുത്തത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന്റെയും ധർമ്മസംരക്ഷണത്തിന്റെയും സന്ദേശവുമായി അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിലും വിജയദശമി ആഘോഷിച്ചു. ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ ആരംഭിച്ച പരിപാടികളിൽ വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. തുടർന്ന് നടന്ന വിദ്യാരംഭ ചടങ്ങിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി 100 കണക്കിന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. ശ്രീ എന്നെല്ലാവരും എഴുതിയ ശ്രീ ശ്രീ ആന്നെഴുതി.
വിശ്വശാന്തിക്കായുള്ള ധ്യാനം, ഭജന എന്നിവയും അമ്മയുടെ നേതൃത്വത്തിൽ നടന്നു. അഞ്ഞൂറിലധികം സംഗീതോപാസകർ അവതരിപ്പിച്ച നാദോപാസന ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളുടെയും ആശ്രമ അന്തേവാസികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി ആശ്രമത്തിലെ കാളിക്ഷേത്രത്തിലും കളരിയിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും നടന്ന നവരാത്രി ആഘോഷങ്ങൾക്കാണ് വിജയദശമി ദിനത്തോടെ സമാപനമായത്. അമൃത ന്യൂസ്, കൊല്ലം. പാരമ്പര്യവും സംസ്കാരവും ഇഴചേർന്ന പ്രൗഢമായ അന്തരീക്ഷത്തിൽ ദുബായിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. 100 കണക്കിന് കുരുന്നുകളാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ ആദ്യാക്ഷരം കുറിക്കാനായി എത്തിയത്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അമൃത ടിവിയുടെയും സഹകരണത്തോടെ പ്രവാസി സംഘടനയായ FOI ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ആഴമേറിയ അറിവും കരുതലിന്റെ വാത്സല്യവും ചേർന്ന ഗുരുക്കന്മാരുടെ മടിയിലിരുന്ന് 100 കണക്കിന് പ്രവാസി കുരുന്നുകളും വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ചു. അമൃത ടിവിയുടെ സഹകരണത്തോടെ UAE-യിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ FOI ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഒരുക്കിയ വിദ്യാരംഭം പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാന മൂല്യങ്ങളോട് ചേർന്ന് നിന്ന പ്രൗഢമായ ചടങ്ങായി മാറി. ഒത്തിരി സന്തോഷം. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ തന്നെ ഇവിടെയും വിദ്യാരംഭം കുറിക്കാനായിട്ട് പറ്റിയ കുഞ്ഞിനെ. മോൻ കുറച്ചൊക്കെ കരഞ്ഞു, തീരെ സമ്മതിക്കുന്നുണ്ടായില്ല. എങ്കിലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് നാട്ടിലെ പോലെ തന്നെ ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഓർഗനൈസേഴ്സ്. ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചു. തിരുവനന്തപുരം സംസ്കൃത കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ K ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ആധ്യാത്മിക ആചാര്യൻ RV വെങ്കടേശ്വരനുമായിരുന്നു ആചാര്യന്മാർ. UAE and Dubai particularly become the primary home for 44 lakh Indians. They don't miss Indian culture one bit. And the manner in which this core essence of our culture is being celebrated, is being practiced, letting our next generation stay connected to the roots, it's phenomenal. പ്രമുഖ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ സേവനദാതാക്കളായ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ് ആയിരുന്നു മുഖ്യ പങ്കാളി. ഈ ഒരു തുടക്കം ഈ കുട്ടികൾ പഠിച്ച് വളർന്ന് നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ആൾക്കാർക്കും പ്രയോജനം ഉണ്ടാകട്ടെന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പ്രത്യേക സർട്ടിഫിക്കറ്റുകളും മധുരവും കൈപ്പറ്റിയാണ് അറിവിന്റെ ലോകത്തേക്ക് പ്രവേശിച്ച കുഞ്ഞുങ്ങൾ മടങ്ങിയത്. വിദ്യാരംഭം എന്ന ചടങ്ങിന്റെ പാരമ്പര്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അത് സൂക്ഷിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. മറ്റ് ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ വിസ കച്ചവടം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റകൃത്യങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് മാനവശേഷി സമിതി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ റബാബ് അൽ ഒമൈസി. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ മനുഷ്യക്കടത്തിനെതിരെയുള്ള നടപടികൾ കുവൈറ്റ് പുരോഗതി കൈവരിച്ചതായി സൂചിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മാനവശേഷി സമിതി അധികൃതരും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും നടത്തിയ ശ്രമങ്ങൾ അവലോകനം ചെയ്യവെയാണ് വിസ കച്ചവടക്കാർക്കെതിരെ മുന്നറിയിപ്പ് നൽകിയത്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി തെളിയിക്കപ്പെട്ട ഏതൊരാൾക്കും എതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും. രാജ്യത്തിന്റെ യശസ്സിനും തൊഴിലാളികൾക്കും ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരോട് യാതൊരുവിധ സഹിഷ്ണുതയും കാണിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ 2 കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ട പ്രവാസികളുടെ വിചാരണ ക്രിമിനൽ കോടതി ഒക്ടോബർ 14 മാറ്റി. ഫർവാനിയിൽ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഇന്ത്യൻ പൗരനെ വിചാരണയാണ് മാറ്റിയത്. തന്റെ കുഞ്ഞിനെ ബാഗിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ നേപ്പാൾ സ്വദേശിനിയായ ഗാർഹിക തൊഴിലാളിയുടെ വിചാരണയും ഇതേ ദിവസത്തേക്ക് മാറ്റി. കൂടാതെ ഫിർദൌസിൽ നടന്ന ഒരു തർക്കത്തിനിടെ തന്റെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ യുവാവിന്റെ തടങ്കൽ തുടരാൻ തടങ്കൽ പുനഃപരിശോധനാ ജഡ്ജി ഉത്തരവിട്ടു. കൊലപാതക കേസ് രാജ്യത്ത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു.
കുവൈറ്റിൽ പലചരക്ക് കടയിലെ ജീവനക്കാരനായ പ്രവാസിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സ്വദേശി പൗരന് 15 വർഷം തടവ് ശിക്ഷ. കുവൈറ്റ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ജഹ്റ ഗവർണറേറ്റിലെ പലചരക്ക് കടയിലെ ജീവനക്കാരനായിരുന്നു കൊല്ലപ്പെട്ടയാൾ. സംഭവ ദിവസം കടയിലെത്തിയ പ്രതി സാധനങ്ങൾ വാങ്ങുകയും പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വാഹനത്തെ പിന്തുടർന്ന് അരികിലെത്തിയ പ്രതിയെ തടയാൻ ശ്രമിക്കവേ ജീവനക്കാരനെ ഇയാൾ വാഹനം കയറ്റി കൊലപ്പെടുത്തുകയും കടന്നുകളയുകയും ചെയ്യുകയായിരുന്നു. പോലീസ് എത്തി ജീവനക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗൾഫ് വാർത്തയിലേക്ക്. സൗദി സർക്കാർ പദ്ധതികളുടെ കരാറുകൾ ഉയർന്ന തുകയ്ക്ക് നേടിയെടുക്കാൻ ശ്രമിച്ച് പരസ്പരം ഒത്തുകളിച്ചും ഏകോപനത്തോടെയും ടെൻഡറുകൾ സമർപ്പിച്ച് കോമ്പറ്റീഷൻ നിയമം ലംഘിച്ച 24 സ്ഥാപനങ്ങൾക്ക് ജനറൽ അതോറിറ്റി ഫോർ കോമ്പറ്റീഷൻ 1.7 കോടിയിലേറെ റിയാൽ പിഴ ചുമത്തി. സ്വകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം ഉറപ്പുവരുത്തുകയും കുത്തകവൽക്കരണം അടക്കമുള്ള നിയമലംഘനങ്ങൾ ചെറുക്കുകയും സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന കോമ്പറ്റീഷൻ നിയമം സ്ഥാപനങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തുകയായിരുന്നു. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്ക് താമസ സൗകര്യം നൽകാൻ നീക്കിവെക്കുന്ന കെട്ടിടങ്ങൾക്കുള്ള ലൈസൻസുകൾ നഗരസഭാ ഭവനകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ടൂറിസം മന്ത്രാലയം ആരംഭിച്ച താൽക്കാലിക ലോഡ്ജിംഗ് ലൈസൻസിംഗ് സേവന സംവിധാനം വഴി നൽകുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് സീസണിൽ ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ ന്യൂസൂക്ക് മസാർ പ്ലാറ്റ്ഫോം വഴി മക്കയിലും മദീനയിലും വാടകയ്ക്ക് നൽകുന്ന കെട്ടിടങ്ങൾക്ക് യോഗ്യത നേടാനുള്ള അപേക്ഷകൾ അംഗീകൃത വ്യവസ്ഥകൾക്കനുസൃതമായി സമർപ്പിക്കാൻ ടൂറിസം മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം സന്ദർശിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടകർക്ക് താമസ സൗകര്യം നൽകാൻ കെട്ടിട വാടക കരാർ പ്ലാറ്റ്ഫോം വഴി ഒപ്പുവെക്കാനുള്ള കാലയളവ് ഷബാൻ 13 അവസാനിക്കും. സൗദിയിൽ ടൂറിസം മേഖലയിൽ സൗദിവൽക്കരണം ഊർജിതപ്പെടുത്താൻ പദ്ധതി. 2028ഓടെ സ്വദേശിവൽക്കരണം ടൂറിസം മേഖലയിൽ 50% ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ ടൂറിസം മന്ത്രാലയം അംഗീകരിച്ചു. ഇത് പ്രകാരം 2026 ഏപ്രിൽ 22 നടപ്പിലാക്കി തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ 40% സൗദിവൽക്കരണം ബാധകമായിരിക്കും. 2027 ജനുവരി 3 ആരംഭിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ 45% സൗദിവൽക്കരണമാണ് പാലിക്കേണ്ടത്. ടൂറിസം മേഖലയിൽ 50% സ്വദേശിവൽക്കരണം നിർബന്ധമാക്കുന്ന മൂന്നാം ഘട്ടം 2028 ജനുവരി 2 ആരംഭിക്കും. സൗദി അറേബ്യയുടെ വിഷൻ 2030 പിന്തുണയേകി ലുലുവിന്റെ സൗദി അറേബ്യയിലെ 70ാമത്തെ സ്റ്റോർ തായിഫിൽ തുറന്നു. 1,95,770 സ്ക്വയർ ഫീറ്റിലുള്ള തായിഫ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മികച്ച നിരക്കിലാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. ജിദ്ദയിലെ UAE കോൺസുൽ ജനറൽ നാസർ ഹുവൈദൻ തൈബാൻ അലി അൽ ഖദ്ബി, ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് കൻസൂരി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ തായിഫ് മേയർ അബ്ദുള്ള ബിൻ ഖാമിസ് അൽ സൈദി തായിഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് തായിഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലഭിക്കുകയെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി വ്യക്തമാക്കി. ഹിസ്റ്റോറിക്കൽ സിറ്റിയിലാണ് ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട തൈഫ് ഗവർണറെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്ന മേയർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 030 വിഷൻ we told that we announced that we will open 100 shops. Now this is our 70th plus 18 in Aramco and 2 in NEOM. So now about 90 we can say. ഗ്രോസറി, ഫ്രഷ് ഫുഡ് സെക്ഷൻ, വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് തായിഫ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. വിപുലമായ ഫുഡ് കോർട്ടും 500-ലേറെ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ ഷാറ്റഡ് ഗ്ലാസ് ആർട്ടിന് പിന്നിൽ പ്രവർത്തിച്ച സൗദി ലുലു ഗ്രൂപ്പ് സ്റ്റാഫുകളെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി ആദരിച്ചു. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അസ്രഫ് അലി MA, സൗദി ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പുതിയ വീട്ടിൽ, ലുലു സൗദി വെസ്റ്റേൺ പ്രോവിൻസ് റീജിയണൽ ഡയറക്ടർ നൌഷാദ് മടത്തിപ്പറമ്പിൽ അലി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സുൽഫിഖറുദായ്, അമൃത ന്യൂസ്, ജിദ്ദ. UAE ആഗോള ശക്തി കേന്ദ്രമാക്കി മാറ്റിയ പ്രവാസി നേതാക്കളെന്ന വിശേഷണത്തോടെയുള്ള ടോപ്പ് 100 എക്സ്പാർട്ട് ലീഡേഴ്സ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി. പ്രമുഖ സാമ്പത്തിക പ്രസിദ്ധീകരണമായ ഫിനാൻസ് വേൾഡാണ് പട്ടിക പുറത്തിറക്കിയത്. നൂതനമായ റീറ്റെയിൽ വൈവിധ്യവൽക്കരണമാണ് യൂസുഫ് അലി യാഥാർത്ഥ്യമാക്കിയതെന്ന് ഫിനാൻസ് വേൾഡ് വിലയിരുത്തി. ഉൽപ്പന്നങ്ങൾക്ക് ഉറപ്പാക്കിയ വില, സ്ഥിരമായ നയങ്ങൾ, ഉപഭോക്തൃ സേവനങ്ങൾ, അടിസ്ഥാന സൗകര്യം, സുസ്ഥിര
പദ്ധതികൾ, ഡിജിറ്റൽ വൽക്കരണം, വ്യാപാര വിപുലീകരണം എന്നിവ ഏറ്റവും മികച്ചതെന്നും ഫിനാൻസ് വേൾഡ് അഭിപ്രായപ്പെട്ടു. യൂസഫ് അലിയുടെ മാനുഷിക ഇടപെടലുകൾ, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹിക ഉന്നമന ശ്രമങ്ങൾ, UAEയുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിവരുന്ന പിന്തുണ എന്നിവ കൂടി വിലയിരുത്തിയാണ് റാങ്കിംഗ്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്നുവന്ന വെറ്റെക്സ് അന്താരാഷ്ട്ര പ്രദർശനവും സമ്മേളനവും സമാപിച്ചു. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയാണ് 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനം സംഘടിപ്പിച്ചത്. ക്ലീൻ എനർജി, സുസ്ഥിരത എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന പ്രദർശനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വെറ്റെക്സ്. മലയാളി ഉടമസ്ഥതയിലുള്ള ആസ മിഡിൽ ഈസ്റ്റ് കോൺട്രാക്ടിംഗ് ഉൾപ്പെടെ നിരവധി ലോകോത്തര സ്ഥാപനങ്ങൾ മേളയുടെ ഭാഗമായി വെറ്റെക്സിൽ ഇത്തവണയും പങ്കെടുക്കുന്നതിനായി ആയതിൽ സന്തോഷമുണ്ടെന്നും ഹരിത ഭാവിക്കായി ഒരേ ആശയങ്ങൾ പങ്കിടുന്ന വ്യവസായ പ്രമുഖരുമായി സഹകരിക്കാൻ സാധിച്ചതായും ആസ മിഡിൽ ഈസ്റ്റ് കമ്പനി ചെയർമാൻ CP സാലിഹ് പറഞ്ഞു. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഗോ ഗ്രീൻ സംരംഭവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുമാണ് ഇത്തവണ ആസാം മിഡിൽ ഈസ്റ്റ് മേളയിൽ അവതരിപ്പിച്ചത്. ഷാർജ പുസ്തകോത്സവത്തിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. നവംബർ 5-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഷാർജ എക്സ്പോ സെന്ററിൽ അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുമെന്ന് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിങ്ങളും പുസ്തകവും തമ്മിൽ എന്നതാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 44-ാം പതിപ്പിന്റെ പ്രമേയം. ഗ്രീസാണ് ഇത്തവണ അതിഥി രാഷ്ട്രം. മലയാളത്തിൽ നിന്നുൾപ്പെടെ പ്രമുഖരായ എഴുത്തുകാരും സാംസ്കാരിക കലാമേഖലയിൽ നിന്നുമുള്ളവരും എത്തുന്ന ഷാർജ പുസ്തകോത്സവം പ്രവാസി മലയാളികൾക്കും ഉത്സവ ദിനങ്ങളായിരിക്കും. എഴുത്തുകാരുമായുള്ള സംവാദം, ചർച്ചകൾ, കലാപരിപാടികൾ, കുക്കറി ഷോ എന്നിവയൊക്കെ മേളയുടെ ഭാഗമായി അരങ്ങേറും. മേളയ്ക്ക് മുന്നോടിയായുള്ള പബ്ലിക്കേഴ്സ് കോൺഫറൻസ് നവംബർ 2 മുതൽ 4 വരെയും രാജ്യാന്തര ലൈബ്രറി കോൺഫറൻസ് നവംബർ 8 മുതൽ 10 വരെയും നടക്കുമെന്നും ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു. ദുബായ് ഗ്രാൻഡ് മിലാദ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ടോളറൻസ് അവാർഡ് കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 4-ന് ഹോർ അൽ അൻസ് ഓപ്പൺ ഗ്രൗണ്ടിൽ നടക്കുന്ന ഗ്രാൻഡ് ടോളറൻസ് കോൺഫറൻസിലാണ് അവാർഡ് ദാനം. മത, സാംസ്കാരിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലയിലെ 7 പതിറ്റാണ്ടിലേറെയായുള്ള നിസ്തുല സേവനത്തെ മുൻനിർത്തിയാണ് കാന്തപുരത്തെ അവാർഡിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വാഗത സംഘം അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാനും ഫ്ലോറ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ ഹസൻ ഹാജി, സ്വാഗത സംഘം അഡ്വൈസറി ബോർഡ് ഡയറക്ടർമാരായ ഡോക്ടർ മുഹമ്മദ് കാസിം, ഡോക്ടർ കരീം വെങ്കടൻസ്, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ സലാം സഹാഫി, ജനറൽ കൺവീനർ സലാം കോളിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തയിലേക്ക്. ലഡാക്ക് സംഘർഷത്തിൽ മജിസ്ട്രേറ്റിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് ലഡാക്ക് ഭരണകൂടം. വെടിവെപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുഗൾ ബനിവാളാണ് അന്വേഷണം നടത്തുക. 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് അറിയിച്ചു. കഴിഞ്ഞ മാസം 24-നാണ് ലഡാക്കിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിന് പിന്നാലെയുണ്ടായ വെടിവെപ്പിൽ 4 പേരാണ് മരിച്ചത്. ഇതിൽ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്നതിനിടെയാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ചത്. നുബ്ര സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുകുൾ ബനിവാളാണ് അന്വേഷണം നടത്തുക. ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും തെളിവുകളും മജിസ്ട്രേറ്റിന് നൽകാമെന്ന് ലഡാക്ക് ഭരണകൂടം അറിയിച്ചു. ശനിയാഴ്ച മുതൽ 18-ാം തീയതി വരെയാണ് വിവരങ്ങളും തെളിവുകളും നൽകാനുള്ള സമയപരിധി. രാവിലെ 10 മുതൽ 5 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്തിയാണ് വിവരങ്ങൾ കൈമാറേണ്ടത്. 4 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംഘർഷത്തിൽ ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് സമരം നടത്തുന്ന സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ചർച്ചയില്ലെന്നാണ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ചയാണ് കേന്ദ്ര സർക്കാർ ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. ഇളവും മജിസ്ട്രേറ്റ് തല അന്വേഷണവും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംഘടനകൾ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒരാഴ്ച കൂടി സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം മാത്രമേ ലഡാക്കിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി മാറ്റുന്നതിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കി. സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ ഇന്നലെ വിലയിരുത്തിയിരുന്നു. തിടുക്കപ്പെട്ട് കൂടുതൽ ഇളവ് നൽകേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. യുകെയിലെ മാഞ്ചസ്റ്ററിൽ ജൂത സിനഗോഗിന് പുറത്തുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. 3 പേർക്ക് കുത്തേറ്റ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സിനഗോഗിന് പുറത്തുണ്ടായിരുന്ന ആളുകൾക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയ ശേഷമാണ് അക്രമി ആളുകളെ കത്തികൊണ്ട് കുത്തിയത്. മിഡിൽട്ടൺ
റോഡിലെ ഹീബ്രു സിനഗോഗിലാണ് ആക്രമണമുണ്ടായത്. പ്രതിയെ സംഭവ സ്ഥലത്ത് തന്നെ പോലീസ് വെടിവെച്ചു കൊന്നതായി അധികൃതർ അറിയിച്ചു. ഗാന്ധിജിയുടെ 156-ാം ജന്മദിനത്തിൽ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മനുഷ്യ ചരിത്രത്തിന്റെ ഗതി മാറ്റിയ വ്യക്തിയാണ് ഗാന്ധിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ധൈര്യവും ലാളിത്യവും കൊണ്ട് എങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. വികസിത ഭാരത് കെട്ടിപ്പടുക്കാൻ ഗാന്ധിജിയുടെ പാത പിന്തുടരുമെന്നും മോദി പറഞ്ഞു. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ ക്യാമ്പയിനുകൾ നടക്കുകയാണ്. ഗാന്ധി ജയന്തി ദിവസം ജനങ്ങൾ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. RSS ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാഗ്പൂരിൽ തുടക്കമായി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയായിരുന്നു. അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഭാരതത്തിൽ സജീവമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. ഗാന്ധിജി നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതെന്നും അദ്ദേഹത്തെ ആദരിക്കുന്നുവെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു. സ്വയം സേവകരുടെ പഥസഞ്ചലനമടക്കം വിപുലമായ പരിപാടികളാണ് നാഗ്പൂരിൽ നടന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ടെന്നും ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഇവയെ അനാദരിക്കരുത് എന്നും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നാഗ്പൂരിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. कुछ वर्ष पूर्व भारतीय थे, हमारे अपने हैं. उनमें इस प्रकार की अस्थिरता उत्पन्न होना ये हमारे लिए, हम केवल उनके पड़ोसी है इसलिए नहीं, वो सब हमारे अपने देश है, इसलिए चिंता का विषय है. हितरक्षण से भी ज्यादा ये जो हमारा आत्मीयता का संबंध है, अपनेपन का संबंध है, उसके चलते ये चिंता होती है. പൗരാണിക സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോകത്തിലെ പഴക്കമേറിയ വലിയ സന്നദ്ധ സംഘടനയാണ് RSS എന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. സംഘത്തിന്റെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. നാഗ്പൂരിൽ നടന്ന RSS പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം. एक पवित्र और विशाल वटवृक्ष की तरह अपनी जड़ों तथा शाखा प्रशाखाओं के माध्यम से भारत के लोगों को एकता, गौरव और प्रगति की संजीवनी तथा छाया प्रदान कर रहा है. RSSന്റെ വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന അഖണ്ഡ ഭാരത് എന്ന ഘോഷ് പ്രദർശനവും ശ്രദ്ധേയമായി. സംഘപ്രദർശനത്തിലെയും പഥസഞ്ചലനത്തിലെയും താളവും ഈണവും ക്രമവും പാലിക്കാനുള്ള വാദ്യ സംവിധാനമാണ് ഘോഷ്. ഭാരതീയോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വാദ്യമേളമാണിത്. ദൃശ്യഭംഗി മാത്രമല്ല, ഈണവും അതിനായി ഉപയോഗിക്കുന്ന ഉപകരണവുമെല്ലാം പ്രത്യേകതയുള്ളതാണ്. വാദ്യക്കാരെ വിന്യസിച്ചതും വാദനവുമെല്ലാം ശ്രദ്ധയാകർഷിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. കായിക വാർത്തകൾ നോക്കാം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 1-ാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ ലീഡിലേക്ക്. ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 38 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസ് എന്ന നിലയിലാണ്. ആദ്യ ഇന്നിംഗ്സിൽ ലീഡിലെത്താൻ ഇന്ത്യക്ക് ഇനി 41 റൺസ് മാത്രം മതി. അർദ്ധ സെഞ്ചുറി നേടിയ KL രാഹുലും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലുമാണ് പുറത്താകാതെ നിൽക്കുന്നത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസ് 44 ഓവറിൽ 162 റൺസ് എടുത്ത് ഓൾ ഔട്ടായി. 48 പന്തിൽ 32 റൺസ് എടുത്ത ജസ്റ്റിൻ ഗ്രീവ്സ് ആണ് വെസ്റ്റ് ഇൻഡീസ് നിരയിലെ ടോപ്പ് സ്കോറർ. ഇന്ത്യക്ക് വേണ്ടി പേസർമാരായ മുഹമ്മദ് സിറാജ് 4 ബുംറ 3 വിക്കറ്റുകളും വീഴ്ത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.